സോളിനോയിഡ് അഥവാ ഇൻഡക്ടർ അതിൻ്റെ പ്രത്യേകതകൾ, ബാർ മാഗ്നറ്റിൻ്റെയും ഇലക്ട്രോമാഗ്നറ്റിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡുകളുടെ താരതമ്യം, ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടെത്താം എന്നിവയാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. സോളിനോയിഡ് അഥവാ ഇൻഡക്ടർ എന്താണെന്ന് നോക്കാം. ഈ കാണിച്ചിരിക്കുന്ന ഒരു സോളിനോയിഡ് അഥവാ ഇൻഡക്ടറിൻ്റെ ചിത്രമാണ്. എ കോയിൽ ഓഫ് ഇൻസുലേറ്റഡ് വയർ വൗണ്ട് ഓൺ എ സിലിണ്ടർ. ഒരു സിലിണ്ടറിന് മുകളിൽ ചുറ്റിയെടുത്തിരിക്കുന്ന ഇൻസുലേറ്റഡ് മെറ്റൽ വയറിനെയാണ് സോളിനോയിഡ് അഥവാ ഇൻഡക്ടർ എന്ന് പറയുക. ഉദാഹരണത്തിന്, ഒരു ചെമ്പ് കമ്പി ഒരു പൈപ്പിന് മുകളിൽ അഥവാ ഒരു സിലിണ്ടറിന് മുകളിൽ ഇങ്ങനെ ചുറ്റിയെടുത്താൽ അതിനെ സോളിനോയിഡ് അഥവാ ഇൻഡക്ടർ എന്ന് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോപ്പർ വയർ അഥവാ ഈ മെറ്റൽ വയർ ഇൻസുലേറ്റഡ് ആയിരിക്കണം. ഒരു ഇൻസുലേറ്റഡ് വയർ സ്പ്രിംഗ് ഷേപ്പിൽ ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ അതിനെ സോളിനോയിഡ് അഥവാ ഇൻഡക്ടർ എന്ന് പറയാം. ഇറ്റ് വിൽ ആക്ട് ആസ് എ ബാർ മാഗ്നറ്റ് വെൻ എ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. ഈ കോയിലിലൂടെ ഒരു കറണ്ട് ഫ്ലോ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അഥവാ ഇതൊരു ബാർ മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കും. നേരത്തെ നമ്മൾ കണ്ടു, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്ന്. ഇവിടെ ഈ സോളിനോയിഡിനകത്തൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അഥവാ ഇതൊരു ബാർ മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കും. ആഫ്റ്റർ ഇൻസേർട്ടിങ് എ സോഫ്റ്റ് അയൺ കോർ, ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ്, ഓൾസോ നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റ്. ഈ സോളിനോയിഡിനകത്തേക്ക് ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടർ വയ്ക്കുകയാണ് എങ്കിൽ ഈ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വർദ്ധിക്കും. സോളിനോയിഡിനകത്തേക്ക് ഒരു സോഫ്റ്റ് അയണിൻ്റെ സിലിണ്ടർ വയ്ക്കുന്നു. ഇതിനെ സോഫ്റ്റ് അയൺ കോർ എന്ന് പറയും. സോഫ്റ്റ് അയൺ കോർ വയ്ക്കുന്നതോടുകൂടി ഈ സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി വർദ്ധിക്കും. സോളിനോയിഡിനകത്ത് ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇലക്ട്രോമാഗ്നറ്റ് എന്നും പറയാം. ഇലക്ട്രിസിറ്റി ഒഴുകുമ്പോൾ മാത്രമേ ഇതിന് മാഗ്നറ്റിസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റ് എന്ന പേര് നൽകിയിരിക്കുന്നത്. വൈദ്യുതി ഒഴുകുമ്പോൾ മാത്രമേ ഈ സോളിനോയിഡിന് കാന്തികത ഉണ്ടാവുകയുള്ളൂ. മാഗ്നറ്റിസം അറ്റ് ഐദർ എൻഡ്സ് ഓഫ് ദ സോളിനോയിഡ് ആർ ഡിഫറെൻറ്റ്. സോളിനോയിഡിൻ്റെ രണ്ടറ്റങ്ങളിലും വ്യത്യസ്ത മാഗ്നറ്റിസമാണ് ഉണ്ടാവുക. ഒരറ്റത്ത് നോർത്ത് പോളാരിറ്റിയും മറ്റേ അറ്റത്ത് സൗത്ത് പോളാരിറ്റിയും ഉണ്ടാവും. When the direction of current is reversed, polarity of magnetism also get changed. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുമ്പോൾ പോളാരിറ്റിയും മാറും. സോളിനോയിഡിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിസത്തിൻ്റെ പോളാരിറ്റിയും മാറും. ഒരു സിലിണ്ടറിന് മുകളിൽ ചുറ്റിയെടുത്തിരിക്കുന്ന ഇൻസുലേറ്റഡ് മെറ്റൽ വയറിനെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ വൈദ്യുതി ഒഴുകുമ്പോൾ ഇതൊരു ബാർ മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കും, അഥവാ ഇതിൽ നിന്നും ഒരു മാഗ്നറ്റിസം ഉണ്ടാവും. ഇതിനകത്ത് ഒരു സോഫ്റ്റ് അയണിൻ്റെ കോർ, ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടർ വെച്ച് കഴിഞ്ഞാൽ സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിസത്തിൻ്റെ ശക്തി വർദ്ധിക്കും. വൈദ്യുതി ഒഴുകുമ്പോൾ മാത്രമേ ഇതിന് മാഗ്നറ്റിസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റ് എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിസമാണ്. സോളിനോയിഡിൻ്റെ രണ്ടറ്റങ്ങളിലും ഉണ്ടാകുന്ന പോളാരിറ്റി വ്യത്യസ്തമാണ്. ഒരറ്റത്ത് നോർത്ത് പോളും മറ്റേ അറ്റത്ത് സൗത്ത് പോളും ഉണ്ടാവും. ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് പോളാരിറ്റിയും മാറും. ഇതൊരു ഇലക്ട്രോമാഗ്നറ്റ് അഥവാ സോളിനോയിഡ് ആണ്. ഈ സോളിനോയിഡ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ വിധത്തിലായിരിക്കും. സോളിനോയിഡിലേക്ക് കറണ്ട് നൽകി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാഗ്നറ്റിസം ഇതുപോലെ ആയിരിക്കും. ഇവിടെ ചിത്രത്തിന് കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടി ഇതിലേക്ക് ബാറ്ററി ഒന്നും കണക്ട് ചെയ്തതായിട്ട് കാണിച്ചിട്ടില്ല. ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതുപോലൊരു മാഗ്നറ്റിസം ഉണ്ടാവുകയുള്ളൂ. ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിസവും സോളിനോയിഡിൻ്റെ മാഗ്നറ്റിസവും ഒരുപോലെയാണ്. ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണിത്. ഇതുപോലെ തന്നെ ആയിരിക്കും ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും. അതായത് ഒരു ബാർ മാഗ്നറ്റും ഒരു സോളിനോയിഡും ഇക്വലൻ്റ് ആണ്. ഏത് വിധത്തിലാണ് ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളും ഉണ്ടാവുക എന്ന് നോക്കാം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒരു സോളിനോയിഡിലൂടെ കറണ്ട് ഒഴുകുന്നത് എങ്കിൽ ആ വശത്ത് സൗത്ത് പോളാരിറ്റി ആയിരിക്കും ഉണ്ടാവുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കറണ്ട് കാരണം സൗത്ത് പോളാരിറ്റി ഉണ്ടാവും. അതായത് ഈ സോളിനോയിഡിൽ ഈ ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്നു എന്ന് കരുതാം, അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ കറണ്ട് ഒഴുകുന്നത് എങ്കിൽ ഈ എൻഡിൽ ഉണ്ടാവുന്ന പോളാരിറ്റി സൗത്ത് പോളായിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ എസ് എന്ന ലെറ്ററിൽ ഇതേപോലെ ആരോ കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇത് ഓർക്കാം. എസ് എന്ന ലെറ്ററിലെ രണ്ടറ്റത്തും ഇതുപോലെ ആരോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആരോയുടെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കറണ്ട് കാരണം സോളിനോയിഡിൽ ഉണ്ടാവുന്നത് സൗത്ത് പോളാരിറ്റി ആയിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കറണ്ട് കാരണം മാഗ്നറ്റിക് സൗത്ത് ഉണ്ടാവും. അടുത്തതായി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കറണ്ട് കൺസിഡർ ചെയ്യുന്നു. ഇത് കാരണം ഉണ്ടാകുന്നത് നോർത്ത് പോളാരിറ്റി ആയിരിക്കും.
ഇവിടെ N എന്ന ലെറ്ററിന് ഇതുപോലെ അറ്റങ്ങളിൽ ആരോ കൊടുത്തു കഴിഞ്ഞാൽ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇത് കറണ്ടിൻ്റെ ഡയറക്ഷനായി എടുക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ കറണ്ട് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് പോളാരിറ്റി നോർത്ത് പോളാരിറ്റി ആയിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇപ്പോൾ കറണ്ട് ഒഴുകുന്നത്. ഇത് കാരണം ഈ സോളിനോയിഡിൻ്റെ ഈ അറ്റത്ത് ഉണ്ടാവുന്ന പോളാരിറ്റി മാഗ്നറ്റിക് നോർത്ത് ആയിരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കറണ്ട് കാരണം സൗത്ത് പോളാരിറ്റിയും ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് കാരണം നോർത്ത് പോളാരിറ്റിയും ഉണ്ടാവും. The factors affecting the strength of the magnetic field of a solenoid carrying current. ഒരു സോളിനോയിഡിൽ നിന്നും കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാമെന്ന് നോക്കാം. ആദ്യത്തേത് ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. സോളിനോയിഡിൻ്റെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് കറണ്ട് ഫ്ലോ. സോളിനോയിഡിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ സോളിനോയിഡിൽ നിന്നും കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും വർദ്ധിക്കും. യൂസ് സോഫ്റ്റ് അയൺ ആസ് എ കോർ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോഫ്റ്റ് അയൺ കോർ വയ്ക്കുകയാണ് എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വർദ്ധിക്കും. അടുത്തത് ഇൻക്രീസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോളിനോയിഡ്. സോളിനോയിഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അഥവാ തിക്നെസ് വർദ്ധിപ്പിക്കുക. ഡയമീറ്റർ അഥവാ തിക്നെസ് വർദ്ധിപ്പിച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും വർദ്ധിക്കും. ചുറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് വർദ്ധിപ്പിക്കുന്നു. സോളിനോയിഡിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുന്നു. സോളിനോയിഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വർദ്ധിപ്പിക്കുന്നു. ഈ 4 വിധത്തിൽ ഒരു സോളിനോയിഡിൽ നിന്നും കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാം. വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ മാഗ്നറ്റ്സ് ഇൻ ദ പിക്ചർ? ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും അടുത്തത് ഒരു സോളിനോയിഡ് അഥവാ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമാണ്. ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്യാം. ആദ്യത്തേത് ബാർ മാഗ്നറ്റ് ആണ്, രണ്ടാമത്തേത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഈസ് പെർമനൻറ്റ്. ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് പെർമനൻ്റ് ആണ്, അഥവാ ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് സ്ഥിരമായിട്ടുള്ളതാണ്. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെത് ടെമ്പററി ആണ്. ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ സോളിനോയിഡിന് മാഗ്നറ്റിസം ഉണ്ടാവുകയുള്ളൂ. ഇലക്ട്രിസിറ്റി ഇതിനകത്തുകൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഇതിന് മാഗ്നറ്റിസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിസം ടെമ്പററി ആണ്, താൽക്കാലികമാണ്. കറണ്ട് ഫ്ലോ ഉള്ളപ്പോൾ മാത്രമേ ഇലക്ട്രോ മാഗ്നറ്റിന് മാഗ്നറ്റിസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ടെമ്പററി ആണ്. അടുത്തതായി ബാർ മാഗ്നറ്റിൻ്റെയും സോളിനോയിഡിൻ്റെയും പ്രത്യേകതകളൊന്ന് കമ്പയർ ചെയ്യാം. ദ മാഗ്നറ്റിസം ഈസ് പെർമനൻറ്റ്. സോളിനോയിഡിന് ദ മാഗ്നറ്റിസം ഈസ് ടെമ്പററി. ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിസം പെർമനൻ്റ് ആണ്, അഥവാ സ്ഥിരമായിട്ടുള്ള മാഗ്നറ്റിസമാണ് ബാർ മാഗ്നറ്റിന്. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിസം താൽക്കാലികമാണ്. കറണ്ട് ഫ്ലോ ഉണ്ടാവുമ്പോൾ മാത്രമേ സോളിനോയിഡിന് മാഗ്നറ്റിസം ഉണ്ടാവുകയുള്ളൂ. കറണ്ട് ഫ്ലോ നിന്നാൽ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിസം നശിച്ചു പോകും. അതുകൊണ്ട് സോളിനോയിഡിൻ്റെ മാഗ്നറ്റിസം ടെമ്പററി അഥവാ താൽക്കാലികമാണ്. ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് വീക്കാണ്, അഥവാ ശക്തി കുറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡാണ് ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. സോളിനോയിഡിൽ നിന്നും കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ്. ശക്തി കൂടിയ മാഗ്നറ്റിക് ഫീൽഡാണ് സോളിനോയിഡ് നിർമ്മിക്കുന്നത്. ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിസത്തിൻ്റെ ശക്തിക്ക് മാറ്റം വരുത്താൻ പറ്റില്ല, അഥവാ ബാർ മാഗ്നറ്റിസത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ സാധ്യമല്ല. സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് കറണ്ട്, നമ്പർ ഓഫ് ടേൺസ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോയിൽ. കറണ്ട്, നമ്പർ ഓഫ് ടേൺസ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോളിനോയിഡിലൂടെ ഒഴുകുന്ന കറണ്ട്, ചുറ്റുകളുടെ എണ്ണം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ 3 വർദ്ധിപ്പിച്ചാൽ സോളിനോയിഡിൽ നിന്നും കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാം. അതുപോലെ ഇത് 3 കുറച്ചാൽ സോളിനോയിഡിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയ്ക്കാം. അതായത് സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും പറ്റും. എന്നാൽ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ മാറ്റം വരുത്താൻ പറ്റില്ല. ബാർ മാഗ്നറ്റിൻ്റെ പോളാരിറ്റി ഫിക്സഡ് ആണ്, ഫിക്സഡ് പോളാരിറ്റിയാണ്. ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിനെ ഒരിക്കലും സൗത്ത് പോളാക്കിയും സൗത്ത് പോളിനെ നോർത്ത് പോളാക്കിയും മാറ്റാൻ പറ്റില്ല. എന്നാൽ സോളിനോയിഡിൻ്റെ പോളാരിറ്റി മാറ്റാൻ പറ്റും. സോളിനോയിഡിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ പോളാരിറ്റിയും മാറ്റാം. പോളാരിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ റിവേഴ്സിംഗ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. സോളിനോയിഡിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാക്കി മാറ്റിയാൽ മാഗ്നറ്റിക് പോളാരിറ്റിയും ഓപ്പോസിറ്റായി മാറും. ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിസം പെർമനൻ്റ് ആണ്, സോളിനോയിഡിൻ്റെ ടെമ്പററി ആണ്. ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിസം വീക്കാണ്, സോളിനോയിഡിൻ്റെത് സ്ട്രോങ് ആണ്. ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിസത്തിൻ്റെ സ്ട്രെങ്ത് മാറ്റാൻ പറ്റില്ല. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിസത്തിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും പറ്റും. ബാർ മാഗ്നറ്റിൻ്റെ പോളാരിറ്റി മാറ്റാൻ പറ്റില്ല.
സോളിനോയിഡിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ പോളാരിറ്റി മാറ്റാം. ഇവയാണ് ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. How can you find out the polarity of magnet/solenoid using a magnetic compass? ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് ഒരു മാഗ്നറ്റിൻ്റെയോ സോളിനോയിഡിൻ്റെയോ പോളാരിറ്റി കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് പോളാരിറ്റി മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് കണ്ടെത്തി. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ഒരു സോളിനോയിഡിൻ്റെ പോളാരിറ്റിയും കണ്ടെത്താം. ഇവിടെ ഈ സോളിനോയിഡിൻ്റെ അടുത്തൊരു മാഗ്നറ്റിക് കോമ്പസ് വയ്ക്കുന്നു. ഈ സോളിനോയിഡിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട് എന്ന് കരുതാം. ഈ മാഗ്നറ്റിക് കോമ്പസിൻ്റെ നോർത്ത് പോൾ ഡിഫ്ലക്റ്റ് ചെയ്ത് ഈ ഡയറക്ഷനിൽ നിൽക്കുന്നു. നോർത്ത് ഈ സൈഡിലേക്ക് വന്നതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് പോളാരിറ്റി സൗത്ത് പോളാരിറ്റി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുപോലെ ഈ മാഗ്നറ്റിക് കോമ്പസിൻ്റെ സൗത്ത് പോള് ഡിഫ്ലക്റ്റ് ചെയ്ത് ഈ സോളിനോയിഡ് അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നു എന്ന് കരുതാം. അതുകൊണ്ട് മാഗ്നറ്റിക് കോമ്പസിൻ്റെ സൗത്ത് പോളിൻ്റെ ഓപ്പോസിറ്റ് പോളാരിറ്റി നോർത്ത് പോളാരിറ്റി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് ഒരു ബാർ മാഗ്നറ്റിൻ്റെയും ഒരു സോളിനോയിഡിൻ്റെയും മാഗ്നറ്റിക് പോളാരിറ്റി ഒരേപോലെ കണ്ടെത്താം. സോളിനോയിഡിനകത്തുകൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ അറിയാമെന്നുണ്ടെങ്കിലും ആ വശത്തുണ്ടാകുന്ന മാഗ്നറ്റിക് പോളാരിറ്റി കണ്ടെത്താം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കറണ്ട് കാരണം സൗത്ത് പോളാരിറ്റിയും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള കറണ്ട് കാരണം നോർത്ത് പോളാരിറ്റിയും ഉണ്ടാവും.